നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 8 തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചാണ്. ആദ്യം തന്നെ ഇനി അങ്ങോട്ട് എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോയിൽ സൗണ്ടിന് ധാരാളം ക്ലാരിറ്റി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് വരാം. എല്ലാവരും സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. ജോബ്സ് ഡാറ്റ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നാസ്ഡാക്കും S&P 500ഉം റെക്കോർഡ് ഹൈ ആണ് വെള്ളിയാഴ്ച ടച്ച് ചെയ്തത്. HSBCയുടെ അഭിപ്രായ പ്രകാരം 2025 അവസാനത്തോടെ S&P 500 6700 ടച്ച് ചെയ്യും എന്ന് പറയുന്നു. അതായത് ഇപ്പോഴത്തെ നിലയിൽ നിന്നും ഏകദേശം 10% ഉയർച്ചയാണ് S&Pയിൽ അവർ കാണുന്നത്. ഏതായാലും 2025 അവസാനത്തോടെ S&P 500 10% ഉയരുമെന്ന് പറയുമ്പോൾ HSBC വലിയ രീതിയിൽ US മാർക്കറ്റിൽ ബുള്ളിഷ് ആണ് എന്ന് തന്നെ പറയാം. ഇനി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിരുന്നു. എന്നാൽ ഫ്രാൻസിലെ രാഷ്ട്രീയ പ്രക്ഷുബ്ധങ്ങൾക്കിടയിലും ഫ്രാൻസ് മാർക്കറ്റ് 1% നേട്ടമാണ് വെള്ളിയാഴ്ച ഉണ്ടാക്കിയത്. ഇനി ഏഷ്യൻ മാർക്കറ്റുകൾ ഇപ്പോൾ മിക്സഡ് ആയിട്ടാണുള്ളത്. കൂടാതെ ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്ന നിഫ്റ്റിയിൽ ഒരു 50 മുതൽ 60 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്നാണ്. ഇനി ഓയിൽ പ്രൈസുകൾ വെള്ളിയാഴ്ചയും ഇടിയുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച 2% ഇടിവാണ് ബ്രൻഡിലുണ്ടായത്. ബിറ്റ്കോയിൻ വീണ്ടും 1 ലക്ഷം ടച്ച് ചെയ്തു എന്നതാണ് പുതിയ ഒരു വാർത്തയായിട്ട് പറയാനുള്ളത്. ഇനി രാവിലെ 9 മണി മുതൽ 3:30 വരെ സ്റ്റുഡൻസിനായി നമ്മൾ നൽകാറുള്ള എഡ്യൂക്കേഷണൽ വ്യൂസിൻ്റെ പെയ്ഡ് ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 50% ഡിസ്കൗണ്ടിൽ നമ്മൾ പുതിയ ഓഫർ നൽകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അതുവഴിയും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെയും നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് അവസാനിച്ചിരിക്കുന്നു. RBI റിപ്പോ നിരക്ക് 6.5% നിലനിർത്തി. ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് CRR 50 ബേസിസ് പോയിന്റ്സ് കുറച്ചു. ഇനി RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിന് ശേഷമുണ്ടായ തീരുമാനങ്ങളും ഇതിനോട് ബാങ്ക് നിഫ്റ്റി ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് പ്രതികരിക്കാൻ സാധ്യതയുള്ളത് എന്ന് കൂടിയാണ് നമുക്ക് അറിയേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 6 അംഗ മോണിറ്ററി പോളിസി കമ്മിറ്റി വെള്ളിയാഴ്ച പോളിസി റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ 6.5% നിലനിർത്താൻ തീരുമാനിച്ചു. തുടർച്ചയായ 11ാം തവണയും മോണിറ്ററി പോളിസി കമ്മിറ്റി നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ല. എന്നാൽ സിസ്റ്റത്തിലെ പണലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ക്യാഷ് റിസർവ് റേഷ്യോ CRR 50 ബേസിസ് പോയിന്റ്സ് കുറച്ച് 4% CRR കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വ്യാഴാഴ്ചത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. ആ വീഡിയോ കാണാത്തവർക്കായി CRR എന്താണെന്നതിനെ കുറിച്ചൊന്ന് പറയാം. CRR എന്നത് RBIയിൽ സൂക്ഷിക്കേണ്ട ബാങ്ക് നിക്ഷേപങ്ങളുടെ ഭാഗമാണ്. ആ നിക്ഷേപമാണ് ഇപ്പോൾ 4.5% നിന്ന് 4% കുറച്ചിരിക്കുന്നത്. ഇത് സാമ്പത്തിക സംവിധാനത്തിലേക്ക് 1.2 ലക്ഷം കോടി രൂപ നൽകും എന്നാണ് കരുതപ്പെടുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് ബാങ്ക് നിഫ്റ്റിയിൽ ഇനി റാലി ഉണ്ടായിരിക്കുമോ എന്ന് തന്നെയാണ്. അതായത് ഈ CRRൽ 50 ബേസിസ് പോയിന്റ്സ് കട്ട് ഉണ്ടാകും എന്ന് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അത്തരത്തിൽ റേറ്റ് കട്ടിന് ശേഷവും വലിയ ഒരു മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടില്ല. കൂടാതെ ഒരു 90 പോയിന്റ്സിലേറെ ഡൗൺ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നതും. അത്ര വലിയ ഒരു പോസിറ്റീവ് റിയാക്ഷൻ അല്ല അന്ന് വെള്ളിയാഴ്ച കണ്ടത്. കൂടാതെ അന്നത്തെ ക്യാൻഡിലും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്ന ഒരു ഇൻഡിസിഷൻ തന്നെയായിരുന്നു. പക്ഷേ ഓവറോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ചാനൽ പാറ്റേണിന്റെ പിവറ്റിന് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അത് വലിയൊരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. ഇനി ഒരുപക്ഷെ ഒരു പിവറ്റിന് താഴെയൊക്കെ വന്നിട്ട് റിവേഴ്സലിന് സാധ്യതകളും കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുള്ളത് Q2 GDP മാന്ദ്യത്തിന് കാരണം തിരഞ്ഞെടുപ്പ് ആഘാതമാണെന്നും അടുത്ത ക്വാർട്ടറിൽ ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകും എന്നും ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന ആയതുകൊണ്ട് തന്നെ അത് വളരെ വിലപ്പെട്ടത് തന്നെയാണ്. ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി തുടരുമെന്ന് അവർ പറയുന്നു. 2025 സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ മൂലധന ചെലവിൽ 15% ഇടിവുണ്ടായി. ഈ കുറവ് മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെയും ബാധിച്ചു. ഏതായാലും അടുത്ത ക്വാർട്ടറിൽ ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം നാരായണ ഹൃദയാലയ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനം അതിന്റെ പ്രവർത്തന മൂലധന ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി കേമാൻ ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് കെയർ ലിമിറ്റഡിൽ $1.5 മില്യൺ നിക്ഷേപിച്ചു. അടുത്തത് സുവൻ ഫാർമ എന്ന കമ്പനിയാണ്. $64.4 മില്യൺ NJ ബയോ ഇൻകിന്റെ 56% ഓഹരി സുവൻ ഫാർമ ഏറ്റെടുത്തു. മറ്റൊരു വാർത്ത അലംബിക് ഫാർമയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്നർ റിയാലിറ്റി LLC, അലംബിക് ലാബ്സ്,
അലംബിക് മാമി SPA തുടങ്ങിയ 6 അനുബന്ധ കമ്പനികൾ അലംബിക് ഫാർമ അടച്ചുപൂട്ടി. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, സ്റ്റുഡൻസിനായിട്ട് 50% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ നമ്മുടെ പെയ്ഡ് പ്രീമിയം ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ നൽകിയിരിക്കുന്നത്. പരിമിതമായ സീറ്റുകൾ മാത്രമാണുള്ളത്. സീറ്റുകൾ ഫുള്ളാവുന്നതോടെ ഓഫർ അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പരമാവധി പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഓഫർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് വായിച്ച് അവിടെ നൽകിയ ലിങ്ക് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് ന്യൂസ് ഉള്ളത് ഇന്ത്യ സിമൻസുമായി ബന്ധപ്പെട്ടതാണ്. അൾട്രാടെക് സിമൻറ്റുമായുള്ള ഇടപാട് സംബന്ധിച്ച് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI നോട്ടീസ് നൽകി എന്നതിന് ഇന്ത്യ സിമൻസ് ഒരു മറുപടി നൽകിയിരിക്കുന്നു. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആശങ്കകൾ പരിഹരിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് റിലയൻസ് പവർ എന്ന കമ്പനിയാണ്. റിലയൻസ് പവറിന്റെ യൂണിറ്റായ സമൽകോട്ട് പവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിൽ നിന്നുള്ള ടേം ലോണിന്റെ കാലഹരണപ്പെട്ട പലിശ പൂർണ്ണമായും അടച്ചു തീർത്തു. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണത്. മറ്റൊരു കമ്പനി ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ആണ്. പ്ലീഫെക് ഹോം ഹെൽത്ത് കെയർ സെന്റർ LLCയിലും പ്ലാനറ്റ് എഡ്യൂക്കേഷൻ ഓസ്ട്രേലിയ PTYയിലും 49% സ്റ്റേക്ക് കമ്പനി സ്വന്തമാക്കാൻ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അടുത്തത് NLC ഇന്ത്യ എന്ന കമ്പനി. ഒഡീഷയിലെ ന്യൂപാത്ര സൗത്ത് കൽക്കരി ഖനിയുടെ കൽക്കരി മന്ത്രാലയത്തിൽ നിന്നും വിജയകരമായി ലേലക്കാരായി കമ്പനിയെ പ്രഖ്യാപിച്ചു. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത നിഫ്റ്റിയിലേക്കാണ്. നിഫ്റ്റി വെള്ളിയാഴ്ച ഒരു നാരോ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തത്. 24,677 30 പോയിന്റ്സ് ഇടിഞ്ഞാണ് അന്ന് ക്ലോസ് ചെയ്യുന്നത്. ഇൻഡെക്സ് 24,500 മുകളിലായിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ 20 ഡേ EMAയ്ക്ക് മുകളിലായി ട്രേഡ് ചെയ്യുന്നു എന്നത് ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഡെയിലി ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ ലെവൽ ഉള്ളത് 24,720 കൂടാതെ ഇനി ഡൗൺ സൈഡിലും അപ്പ് സൈഡിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളെന്ന് പറഞ്ഞാൽ 24,525 ഡൗൺ സൈഡിലെ ഒരു പ്രധാനപ്പെട്ട ലെവലാവാൻ സാധ്യതയുണ്ട്. അപ്പ് സൈഡിലേക്ക് വന്നാൽ 24,850 ഡിസംബർ 5 ഹൈ കൂടിയാണ്. അതുകൂടി നമ്മളൊന്ന് ആ ലെവൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 26,000 ആണ്. അതിനുശേഷം 25,500 സ്ട്രൈക്കും അതിനുശേഷം 25,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500 അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 24,650 സ്ട്രൈക്കിൽ 331% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ ചെറിയ ഒരു ഇടിവ് മാത്രമേ ഉള്ളൂ. 300% വർധനവ് കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് അവിടെയും ഉള്ളത്. 24,600 സ്ട്രൈക്കിൽ 65% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 20% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. കുറച്ചുകൂടി ചെറിയ ഒരു ഷോർട്ട് ബിൽഡപ്പാണത്. 24,700 സ്ട്രൈക്കിൽ 140% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. എന്നാൽ ആ സ്ട്രൈക്കിൽ 160% വർധനവാണ് കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് അവിടെയുള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സിന് കുറച്ച് മുൻതൂക്കമുള്ളത് 24,600 24,650 സ്ട്രൈക്കുകളിലാണെങ്കിൽ 24,700 സ്ട്രൈക്കിൽ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിനാണ് കുറച്ച് മുൻതൂക്കമുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 53,509 94 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ബാങ്ക് നിഫ്റ്റി പൊതുവിൽ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 2 ദിവസത്തെ ഡെയിലി ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലിന് സമാനമായിട്ടുള്ള ക്യാൻഡിലുകളാണ്. എന്നാലും ചാനൽ പാറ്റേണിന്റെ പിവറ്റിന് മുകളിലായിട്ടാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അതൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഇനി ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,850 അതിനുശേഷം 52,500 ആയിരിക്കും. അപ്സൈഡിലേക്ക് വന്നാൽ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,000 മുതൽ 54,500 വരെയുള്ള ലെവലുമാവാൻ സാധ്യതയുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 55,000 അതിനുശേഷം 54,000 സ്ട്രൈക്കും അതിനുശേഷം 56,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,500. ഓപ്ഷൻസ് ഒക്കെ സീരിയസ് ആയി കാണുന്നവർക്ക് നിരവധി കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ടുണ്ടാവും. അത്തരത്തിൽ നിങ്ങളൊരു ഓപ്ഷൻസ് സീരിയസ് ട്രേഡർ ആണെങ്കിൽ അത്തരത്തിൽ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ നിരവധി പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ്. അത്തരത്തിൽ നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് തോന്നിയതാണ് OI പൾസ്.
ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ അല്ല. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ 2 ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്ത്യ വിക്സ് ഇടിഞ്ഞു. 14.14 2.67% ഇടിഞ്ഞത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FID ആക്ടിവിറ്റിയാണ്. FIS വെള്ളിയാഴ്ച 1830 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIS ആവട്ടെ 1659 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. അതായത് FIS വെള്ളിയാഴ്ച ഒരു സെല്ലിങ്ങിലേക്കാണ് പോയത്. വെള്ളിയാഴ്ച സെല്ലിംഗ് ആയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ FISന്റെ ആക്ടിവിറ്റി കൂടി നമ്മൾ വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. US മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ച US നിന്നും ഏറ്റവും കാത്തിരുന്ന നവംബർ മാസത്തെ ജോബ്സ് ഡാറ്റയാണ് പുറത്തു വന്നത്. സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് പുറത്തു വന്നത് എന്നൊരു കാരണം കൊണ്ട് തന്നെ S&P 500ഉം നാസ്ഡാക്കും പുതിയ റെക്കോർഡ് ഹൈ ആണ് വെള്ളിയാഴ്ച ടച്ച് ചെയ്തത്. ഇതിൽ തന്നെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ടെക് ഹെവി ആയിട്ടുള്ള നാസ്ഡാക്ക് ആയിരുന്നു. 0.79% ഉയർന്നു. ഇതിൽ തന്നെ കൂടുതൽ നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടെസ്ല, മെറ്റ പ്ലാറ്റ്ഫോം, ആമസോൺ എന്നിവ നേട്ടമുണ്ടാക്കി. ഇന്ത്യയിൽ നിഫ്റ്റിയെ പോലെ തന്നെ S&P 500ഉം നാസ്ഡാക്കും തുടർച്ചയായ 3ാമത്തെ ആഴ്ചയാണ് നേട്ടം നിലനിർത്തിയത്. കഴിഞ്ഞ ആഴ്ച 3.34% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നതും. ഇനിയിപ്പോൾ CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യത ഡിസംബറിൽ 85% പറയുന്നത്. ഇനി HSBCയുടെ അഭിപ്രായ പ്രകാരം 2025 അവസാനത്തോടെ S&P 500 ഏകദേശം 6700 പോയിന്റ്സ് പിന്നിടും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ നിലയിൽ നിന്നും ഏകദേശം 10% അപ്സൈഡ് പോസിബിലിറ്റിയാണ് അവർ കാണുന്നത്. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ വിപ്രോ 3.32% ഇടിഞ്ഞത്. ഇൻഫോസിസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 0.59% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 2% മുകളിൽ ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 0.69% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.03% ഇടിവിലും S&P 500 0.06% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഒരു മിക്സഡ് അവസ്ഥയിലാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.49% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 1.30% ഉയരുകയാണ് ഉണ്ടായത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.13% നേട്ടവും ഉണ്ടാക്കി. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.2% ഉയർന്നത്. നിരവധി രാഷ്ട്രീയ പ്രക്ഷുബ്ധങ്ങൾക്കിടയിലും ഫ്രാൻസ് മാർക്കറ്റ് നല്ല നേട്ടമാണ് വെള്ളിയാഴ്ച ഉണ്ടാക്കിയത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.01% നേട്ടത്തിലും CAC 0.15% നേട്ടത്തിലും FTSE 0.05% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഏഷ്യൻ മാർക്കറ്റുകളിൽ ഇപ്പോഴും ഫോക്കസിലുള്ളത് സൗത്ത് കൊറിയ തന്നെയാണ്. അവിടെ പ്രസിഡന്റ് യൂൻ സുക് യോൾ കഴിഞ്ഞ ആഴ്ച പട്ടാള ഭരണം ഏർപ്പെടുത്തുകയും 6 മണിക്കൂറിന് ശേഷം അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് സൗത്ത് കൊറിയൻ മാർക്കറ്റുകൾ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,735 എന്ന നിലയിലാണ്. 6.50 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഏകദേശം 50 മുതൽ 60 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യതയുള്ളത്. ഇപ്പോൾ ഫോക്കസിലുള്ള കൊറിയൻ മാർക്കറ്റ് കോസ്പി 1.5% ഇടിവിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.21% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക് വിതരണ വർധനവ് മാറ്റിവെക്കാനും 2026 അവസാനത്തോടെ ഉൽപാദന വെട്ടിക്കുറവ് നീട്ടാനുമുള്ള OPEC പ്ലസ് തീരുമാനം ഉണ്ടായിരുന്നിട്ടും 2025 വിതരണ മിച്ചം ഉണ്ടാകുമെന്ന് വിദഗ്ധർ പ്രവചിച്ചതോടെ വെള്ളിയാഴ്ച ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. കൂടാതെ കഴിഞ്ഞ ആഴ്ച ബ്രന്റ് 2%, WTI 1% ഇടിയുകയുണ്ടായി. ഇനി ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $71.07 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.07% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $67.21 പെർ ബാരൽ എന്ന നിലയിൽ 0.01% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് അത് ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.